ബ്രെഡ് വിത്ത് ഗ്രിൽ ചിക്കൻ്റെ കൂടെ മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ പോപ്പുലറായിട്ട് ഹമൂസൊക്കെ പോലെ തന്നെ കാണപ്പെടുന്ന ഒരു ഐറ്റമാണ് മുത്തബൽ. അപ്പോൾ മുത്തബൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ വഴുതന എടുത്തിട്ടുണ്ട്. ഇതുപോലെ വഴുതനയുടെ തലഭാഗം ചെത്തിക്കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ഈസി പീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിനെ കുക്ക് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ്. ഇത് വേണമെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഫയറിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ എയർ ഫ്രയറിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് നേരമാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ്. അപ്പോൾ എയർ ഫ്രയർ സെറ്റ്. ഇത് 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ പുറത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓഫായ ഉടനെ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂട് പോയി തണുത്ത ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കയ്യിൽ വെച്ച് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിവിടെ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പീൽ ചെയ്തെടുക്കുകയാണ്. ചൂടുകൊണ്ട് എനിക്ക് ടച്ച് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് കയ്യിൽ വെച്ച് തന്നെ ഇത് ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ പൾപ്പൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കിൻ ഉണ്ടല്ലോ, ഒട്ടും പൾപ്പ് അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് അധികം ചൂടായതുകൊണ്ട് തന്നെ ഇതുപോലെ മിക്സിയിലിട്ട് അരക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് പരത്തി വെച്ചിട്ട് മാറ്റി വെക്കുകയാണ്. ഇതൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആവുന്നത് വരെ ഇതൊന്ന് അവിടെ കിടന്ന് ചൂടാറിക്കോളും. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് യോഗേട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തെഹിനി പേസ്റ്റാണ് ആവശ്യമായിട്ടുള്ളത്. 1/4 കപ്പ് തെഹിനി പേസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ തെഹിനി പേസ്റ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ റെഡിമെയ്ഡ് ചേർത്താലും മതി. അപ്പോൾ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതനയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോഴാണ് ഓർത്തത് ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മറന്നിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി കൂടെ ഇതിൽ ചേർക്കണം. പിന്നെ ഈ വെളുത്തുള്ളിയും തഹിനി പേസ്റ്റും ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത് നമ്മുടെ മുത്തബൽ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇത് അല്പം എടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങൊരു ചെറിയ ലൈൻ ഉണ്ടാക്കി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴുകി പോകാതിരിക്കാനും പിന്നെ ഒരു സ്റ്റൈലിനും നല്ലതാണ്. അപ്പോൾ നമുക്കിതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരല്പം മിൻറ്റ് ലീഫ് അല്ലെങ്കിൽ പാഴ്സലി ലീഫും പിന്നെ കുറച്ച് പോമോഗ്രാനൈറ്റും അതിൻ്റെ മുകളിൽ വിതറി കൊടുത്ത ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള മുത്തബൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരാഴ്ച വരെ നമുക്കിതിനെ കേടുകൂടാതെ ഒരു ക്ലോസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.